മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധയാർജിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് അഭിമന്യു. ഇല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം, അഭിമന്യു വലിയൊരു യുദ്ധവീരനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധത്തിൽ മൃതിയടഞ്ഞു പോയ ഒരു വില്ലാളി വീരനായിരുന്നു അഭിമന്യു, അർജുനൻ്റെ പ്രിയപുത്രൻ. അല്ലേ? അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും മകനായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. പരീക്ഷിത്ത് മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹം മൃഗയാ വിനോദത്തിനായിട്ട് കാട്ടിലേക്ക് പോയി. സൈന്യസജ്ജാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാട്ടിൽ പോയി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിന്തുടർന്ന് പോയി വേട്ടയാടി ചേസ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെയാണ്. അങ്ങനെ പിന്തുടർന്ന് പോയി രാജാവ് കാട്ടിൻ്റെ ഉൾക്കാട്ടിലേക്ക് കടന്നു. മാനിനെയൊട്ട് കിട്ടിയതുമില്ല. അപ്പോൾ മാനിനെ പിന്തുടർന്ന് വന്നതായതുകൊണ്ട് കാട്ടിനകത്ത് ചെന്നപ്പോഴാണ് ഒരു മുനിയുടെ ഒരു ആശ്രമം, ഒരു പർണകുടീരം കാണുന്നത്. ഇലയൊക്കെ മേഞ്ഞ് ചെറിയ ഒരു കുടിൽ. ആ കുടിലിൻ്റെ വരാന്തയിലായിട്ട് ഒരു മഹർഷി കണ്ണടച്ചിങ്ങനെ ഇരിപ്പുണ്ട്. ധ്യാനിച്ചിരിക്കുകയാണ് മഹർഷി. ധ്യാനത്തിലാണ്, തീവ്രമായ ധ്യാനത്തിലിരിക്കുകയാണ് ശമീക മഹർഷി. ആ മഹർഷിയുടെ അടുത്ത് രാജാവ് കുതിരയിങ്ങനെ ഓടി വന്ന് ആശ്രമത്തിൻ്റെ അടുത്ത് രാജാവ് കുതിരയെ നിർത്തി താഴെ ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, ഇതിലെ ഒരു മാൻ ഓടിപ്പോയോ എന്ന് ചോദിച്ചു. മാൻ ഓടിപ്പോയോ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ മഹർഷി കേൾക്കുന്നില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ അതീവ ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് വെളിയിലെ ശബ്ദങ്ങളോ കോലാഹലങ്ങളോ ഒന്നും അറിയില്ല. ആ സമയത്ത് ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് രാജാവ് ചോദിച്ചതൊന്നും മഹർഷി കേട്ടില്ല. മഹർഷിയോട് രാജാവ് 3-4 പ്രാവശ്യം ചോദിച്ചു, ഒരു മാനിതിലെ ഓടിപ്പോയോ? നിങ്ങൾ കണ്ടോ ഒരു മാനിതിലെ പോയത്? എവിടെ? ആര് കേൾക്കാനാണ്? മഹർഷി പിന്നെയും ധ്യാനനിരതനായിട്ട് അങ്ങനെ ഇരുന്നു. രാജാവിന് ദേഷ്യം വന്നു. ഞാൻ ഈ രാജ്യത്തെ രാജാവല്ലേ, എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങേരെന്ത് മിണ്ടാണ്ടിരിക്കുന്നത്? രാജാവിന് ദേഷ്യം വന്നു. രാജാവ് എന്ത് ചെയ്തു എന്നറിയോ? നോക്കിയപ്പോൾ തൊട്ടടുത്തുകൂടി ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നു. ആ പാമ്പിനെ ഒരു വടിയെടുത്ത് ഒരൊറ്റ അടിയടിച്ചു. അടിച്ചിട്ട് ആ പാമ്പിനെ വടി കൊണ്ട് തോണ്ടി എടുത്തിട്ട് ഈ മഹർഷിയുടെ കഴുത്തിൽ ഇങ്ങനെ മാല പോലെ ഇട്ടു. എന്നിട്ട് തിരിഞ്ഞ് കുതിരപ്പുറത്ത് കയറി അങ്ങ് പോയി. ഇതൊന്നും മഹർഷി അറിയണേയില്ല. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് മഹർഷിയുടെ പുത്രൻ ശൃംഗി എന്ന് പറയുന്ന മുനികുമാരൻ. ആ മുനികുമാരൻ വന്നപ്പോഴാണ് കാണുന്നത് അച്ഛനിങ്ങനെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛൻ്റെ ശരീരത്തിൽ ഒരു ചത്ത പാമ്പ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ആ പാമ്പ് താനേ ജീവനില്ലാത്ത പാമ്പ് താനേ വന്ന് മഹർഷിയുടെ കഴുത്തിൽ കയറി കിടക്കില്ലല്ലോ. അപ്പോൾ ഇതാരോ മനഃപൂർവ്വം മഹർഷിയെ അവഹേളിക്കുവാൻ വേണ്ടി ചെയ്തതാണ് എന്ന് മകന് മനസ്സിലായി. ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് തിരിഞ്ഞ് ശപിച്ചു. ആരാണോ ഈ കൃത്യം ചെയ്തത്, ആ കൃത്യം ചെയ്ത ആള് 7 ദിവസത്തിനകം പാമ്പ് കടിയേറ്റ് മരിക്കും. ആ ശാപവചനം കേട്ടാണ് മഹർഷി തപസ്സിൽ നിന്ന് അല്ലെങ്കിൽ ധ്യാനത്തിൽ നിന്ന് ഉണരുന്നത്. അപ്പോൾ ശൃംഗിയോട് ചോദിച്ചു, ശമീക മഹർഷി ചോദിച്ചു, നീ ആരെയാണ് ശപിക്കുന്നത് എന്ന് ചോദിച്ചു. ആരായാലെന്താ? അച്ഛനോട് ഈ ക്രൂരകൃത്യം കാണിച്ച ആൾ ആരായാലും അയാൾ എൻ്റെ ശാപം അർഹിക്കുന്ന ആളാണ്. അപ്പോൾ മഹർഷിക്ക് ആകെ വിഷമാവും. മഹർഷി ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കും ഇവിടെ വന്നത് പരീക്ഷിത്ത് മഹാരാജാവാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്തു ചെയ്യും? മഹർഷി പറയും, മകനെ അങ്ങനെ ശപിക്കരുത്, രാജാവാണ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല ഇങ്ങനത്തെ കൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ശിക്ഷ കിട്ടണം എന്ന് മുനികുമാരൻ പറയുമ്പോഴേ മഹർഷി എന്തു ചെയ്യുന്നറിയാമോ? മഹർഷിയുടെ സുഹൃത്തുക്കളോട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ശാപമുണ്ട്, രാജാവ് സൂക്ഷിക്കണം, സർപ്പദംശനമേറ്റ് 7 ദിവസത്തിനകം മരിക്കും എന്ന് ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാലുഷ്യമില്ല, അല്ലേ? ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു പ്രായത്തിൻ്റെയും തപസ്സിൻ്റെയും ബലം കൊണ്ട്, മനഃസിദ്ധി കൊണ്ട്, മനസ്വസ്ഥത കൊണ്ട് അദ്ദേഹം ശാന്തനായിട്ട് പറയുകയാണ്, എൻ്റെ കഴുത്തിൽ പാമ്പിനെ ഇട്ട ആളാണ്, എന്നാലും ഇങ്ങനെ ഒരു ശാപമുണ്ടെന്ന് രാജാവിനെ അറിയിക്കും. ഇത് കേട്ട രാജാവ് ആകപ്പാടെ വിഷമിക്കും. രാജാവ് എന്തു ചെയ്യും? ഗംഗയുടെ നടുവിൽ വെള്ളത്തിൽ ഒരു ഒറ്റ തൂണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ കൊട്ടാരത്തിൻ്റെ നടുവിലുള്ള
സഭയിൽ രാജാവ് ഇങ്ങനെ ഇരിക്കും. രാജാവ് എന്നുവെച്ചാൽ പാമ്പ് വരരുത്, പാമ്പുകൾ വരാൻ സാധ്യതയില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് അതിൻ്റെ നടുവിലാണ് രാജാവ് ഇരിക്കുന്നത്. 7 ദിവസം രാജാവ് ഇവിടെ തന്നെ ഞാൻ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വലിയ വലിയ ആളുകളുടെ സിദ്ധികളുള്ള ആളുകളുടെ വാക്കുകൾ ഒരിക്കലും പാഴായി പോവില്ലല്ലോ. അതുകൊണ്ട് എന്തു ചെയ്തു? തക്ഷകൻ തന്നെ ബ്രാഹ്മണ വേഷത്തിൽ വരികയാണ്. ബ്രാഹ്മണ വേഷത്തിൽ വന്ന് തക്ഷകൻ്റെ കൂടെ ഒരു സംഘം പാമ്പുകൾ ബ്രാഹ്മണ വേഷം ധരിച്ച് ഒരു സംഘമായിട്ട് വന്ന് രാജാവിനെ കാണാനായിട്ട് വരുന്ന ബ്രാഹ്മണരെയാണ്. അപ്പോൾ ഭടന്മാർ വന്ന് പറയുകയാണ്, ഒരു സംഘം ബ്രാഹ്മണർ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ രാജാവ് പറയും, വരട്ടെ, ബ്രാഹ്മണരല്ലേ, വരട്ടെ എന്ന് പറയും. അന്ന് അവർ രാജാവിനെ കാണാനായിട്ട് വരുമ്പോൾ ഒരു താലത്തിനകത്ത് ഒരുപാട് ഫലങ്ങൾ അവർ നിറച്ചു വെച്ചിട്ട് കാഴ്ച കൊടുക്കുമല്ലോ. മഹാരാജാവിനെ കാണാൻ വരുമ്പോൾ കാഴ്ച വയ്ക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് പണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് രാജാവിൻ്റെ അടുക്കൽ ഈ ഫലങ്ങൾ നിറച്ച ഒരു താലവുമായിട്ട് വന്ന് അത് മുമ്പിൽ വയ്ക്കും. വെച്ചിട്ട് 7-ാം ദിവസമാണ് ഇവർ വരണത്. 7-ാം ദിവസം വന്ന് രാജാവിന് കാഴ്ച വെച്ചിട്ട് ഈ ബ്രാഹ്മണർ മടങ്ങുകയാണ് ചെയ്യുന്നത്. മടങ്ങിക്കഴിയുമ്പോൾ സന്ധ്യയാകുന്നു. സന്ധ്യാസമയമാകുമ്പോൾ ഒരു ദിവസം അവസാനിക്കുക എന്ന് പറയുന്ന സന്ധ്യയോടുകൂടിയാണല്ലോ. അതോടുകൂടി ആ ദിവസത്തിൻ്റെ ഫലങ്ങളെല്ലാം മാറും, ഇല്ലേ? രാത്രിയായി കഴിയുമ്പോഴേക്കും പിന്നെ ആ ദിവസത്തിൻ്റെ ഫലം ഉണ്ടാവില്ല. അപ്പോൾ രാജാവ് സന്തോഷിച്ചു, 7-ാം ദിവസവും ഞാൻ പൂർത്തിയാക്കിയല്ലോ, ഇനിയൊരു കാര്യം ചെയ്യാം, ഇവർ കൊണ്ടുവന്ന ഈ പഴമൊക്കെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് രാജാവ് അതിൽ നിന്നും ഒരു ഫലം, മധുര നാരങ്ങയുടെ രൂപത്തിൽ നിന്നാണ് പറയുന്നത്, ആ നാരങ്ങ രൂപത്തിലുള്ള ആ ഫലം എടുത്തിട്ട് അത് മുറിക്കുമ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു പുഴു ഇരിക്കുന്നു. ചെറിയൊരു പുഴു. ആ പുഴു ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് രാജാവ് ചിരിക്കും. ഓ, ഇതിനകത്തൊരു പുഴു ഇരിക്കുന്നില്ലേ, അപ്പോൾ ഏതായാലും മഹർഷിയുടെ വചനം തെറ്റാവണ്ട, അതിനെ ഞാൻ കയ്യിലെടുക്കാം. കാണെ ആ പുഴു അങ്ങ് വലുതായിട്ട് രാജാവിൻ്റെ കയ്യിലിരുന്ന ആ ചെറിയ കൃമി അതങ്ങ് വലുതായി വലിയൊരു പാമ്പായി രാജാവിനെ അങ്ങ് ചുറ്റുകയാണ് ചെയ്യുന്നത്. ചുറ്റിയിട്ട് രാജാവിൻ്റെ കഴുത്തിൽ കടിക്കും. അപ്പോൾ അങ്ങനെ ആ മഹർഷിയുടെ ശാപം കൊണ്ട് പരീക്ഷിത്ത് രാജാവ് സർപ്പദംശനമേറ്റ് തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. ആ പുഴുവായിട്ട് വരുന്നതും ബ്രാഹ്മണ വേഷത്തിൽ വന്ന തക്ഷകൻ തന്നെയാണ്. അവിടെ മാറിക്കഴിഞ്ഞിട്ട് പുഴുവിൻ്റെ വേഷത്തിൽ ഈ ഫലത്തിനകത്ത് പ്രവേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ കഥയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ അനന്തരഫലം നമ്മെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ?